പ്രാണായാമേന യുക്തേന സർവ്വരോഗക്ഷയോഭവ. പ്രാണായാമം കൊണ്ട് എല്ലാ രോഗങ്ങളും നശിക്കണം. ഈ രോഗം എന്ന് പറഞ്ഞാൽ രാഗ അതിരോഗ സർവതനുഷക്ത കാമ നശേഷകായ പ്രസുതാൻ ഔസുഖ്യമോഹ അരതിതൻ ജഗാന അപൂർവ വൈദ്യ നമസ്സുള്ള ഒരു ശ്ലോകമുണ്ട്. അപ്പൊ രാഗങ്ങളിൽ നിന്നാണ് രോഗമുണ്ടാവുന്നത്. അപ്പൊ പ്രാണന്റെ സഞ്ചാരപദം താഴോട്ട് വരുമ്പോൾ അത് അപാനനായി മാറുകയും അപാനൻ എന്ന് പറയുന്നതാണ് മനസ്സ്. ഈ പ്രാണനെയും അപാനനെയും യോജിപ്പിക്കുമ്പോഴാണ് പ്രാണായാമം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. അത് ആന്തരികമായിട്ട് പ്രാണനെയും അപാനനെയും യോജിപ്പിക്കേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബൾബ് പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? ഒരു പിന്നെ പോയിന്റ് നെഗറ്റീവും ഒരു പോയിന്റ് പോസിറ്റീവും രണ്ടും ഒരു നേരിയ ഫിലിമെന്റിൽ കൂടി ബൾബിന്റെ അകത്താണ് യോജിപ്പിക്കുന്നത്. അത് പുറത്ത് അതേ ഫിലിമെന്റ് യോജിപ്പിച്ചാൽ അപ്പം തന്നെ പൊട്ടിത്തെറിച്ചു പോകും. എന്തുകൊണ്ട് അകത്ത് യോജിപ്പിച്ചപ്പോൾ അത് പ്രകാശിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓക്സിജൻ ഇല്ല, ഓക്സിഫൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതേമാതിരി പ്രാണനെയും അപാനനെയും യോജിപ്പിച്ച് പ്രാണനെ ഭൂമധ്യത്തിൽ ഓട്ടോമാറ്റിക്കായി പോയി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് പ്രകാശമുണ്ടാവും, നമ്മൾ ജ്ഞാനികളായി മാറും. അതിന് പകരം ഈ ബ്രീത്തിങ് എക്സസൈസ് ആണ് പ്രാണായാമം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പ്രാണായാമം എന്താണെന്ന് മനസ്സിലാക്കാത്തതിന്റെ ഫലമാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്വസിക്കുന്നത് 21,600 പ്രാവശ്യമാണെങ്കിൽ ആ 21,600 പ്രാവശ്യം ആ വ്യക്തി മരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ മരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നമ്പർ ഓഫ് എണ്ണം എത്ര കുറക്കാൻ പറ്റുന്ന അവസ്ഥയുടെ പേരാണ് പ്രാണായാമം. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ പ്രാണന്റെ സഞ്ചാരപദം ആന്തരികമായി സഞ്ചരിക്കുന്ന വഴി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ ഈ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് യേശുദേവൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ തരപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും. എന്ത് അന്വേഷിക്കണം, എന്ത് കണ്ടെത്തണം, എന്ത് ചോദിക്കണം, എന്ത് തരപ്പെടണം, എവിടെ മുട്ടണം? അവനവന്റെ പ്രാണനെ കൊണ്ട് അവനവന്റെ ബ്രഹ്മരന്ധ്രത്തിൽ തട്ടി തുറന്നാൽ അവിടെ നിങ്ങൾക്ക് ആത്മാവാകുന്ന ബോധസത്യയെ സ്വയം അനുഭവിക്കാൻ പറ്റുന്ന അവസ്ഥയുടെ പേരാണ് വാസ്തവത്തിൽ പറയാൻ വെച്ചാൽ പ്രാണായാമം. ആ പ്രാണായാമത്തിന്റെ സുഖം വാസ്തവത്തിൽ ലോകത്തിലെ സർവ്വ ചരാചരങ്ങളും അനുഭവിക്കുന്നു. ഭോഗസുഖം ചെയ്യുന്ന സമയത്ത് ഒരു ഞൊടിയിട കിട്ടുന്ന സുഖം നമ്മുടെ ഉള്ളിലുള്ള ബോധസത്തയാകുന്ന ആത്മാവിൽ ജീവൻ പോയിട്ട് തൊട്ടിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണനാതീതമായ സുഖമാണ് ഭോഗസുഖം. ആ സുഖം എപ്പോഴും കിട്ടാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പേരാണ് പ്രാണായാമം. ആ ജീവൻ കൊണ്ട് ആ ബോധസത്തയിലേക്ക് ലയിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് പ്രാണായാമം. അപ്പോൾ അവാച്യമായ ആനന്ദം ഉണ്ടാവും, അൺലിമിറ്റഡ് ബ്ലിസ് ഉണ്ടാവും. ആ പരിധിയില്ലാത്ത ആ ആനന്ദം അനുഭവിച്ചിട്ടാണ് യോഗികൾ ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ചതാണ് യഥാർത്ഥത്തിൽ മതം. ഇങ്ങനെ അനുഭവം ഇല്ലാത്ത ആളുകൾ മതം എടുത്ത് കൈകാര്യം ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ ലോകം അനുഭവിക്കുന്നത്. ഈ സ്ഥിരമായ ആനന്ദത്തിന്റെ പേരാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വഗൃഹത്തിലേക്ക് ജീവൻ എത്തിക്കുന്ന അവസ്ഥയുടെ പേരാണ് സ്വർഗം. അത് മനസ്സിലാക്കാതെ ജീവനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹിന്ദു ഫിലോസഫിയിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു സാധനം കുറഞ്ഞു പോകുന്നതാണ്. എന്താ കുറയുന്നത്? എണ്ണ. എങ്ങോട്ടാ പോകുന്നത്? അപ്രത്യക്ഷമാണ്. ഇതേപോലെ പഞ്ച ഇന്ദ്രിയങ്ങൾ വഴി മനസ്സ് കത്തി ജീവനാകുന്ന എണ്ണ കുറഞ്ഞു പോയാൽ ആ വിളക്ക് കെട്ടുപോകുന്ന പോലെ നമ്മളും കെട്ടുപോകും. നമ്മൾ കെട്ടുപോകാനുള്ള ആളുകളല്ല, നമ്മൾ സ്ഥിരമായി ജീവിച്ചിരിക്കേണ്ട ആളുകളാണ്. അതാണ് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുന്നു. രാമായണം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നതാണ്, ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി എന്ന് പറയുന്നത് കൊണ്ടാണ്. രാമനെ സേവിക്കണമെങ്കിൽ രാമൻ കഷായോ അല്ലെങ്കിൽ വെള്ളം മാതിരിയാകുന്ന സംഗതിയിലെ സേവിക്കാൻ പറ്റും. രാമൻ എന്ന് പറഞ്ഞ സർവേഷു രമതേ ഇത് രാമ, സർവത്തിന്റെ അന്തരത്തിൽ രമിക്കുന്ന ജീവനാണ് രാമൻ. മനുഷ്യനല്ല രാമൻ, മാനവ ശിഖാമണേ. അതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, എന്റെ റൂഹിനെ ഊതി എന്നാ പറഞ്ഞത്. ആ ഊതി എന്ന് പറഞ്ഞ ജീവനെയാണ് ഇതിനകത്ത് വ്യക്തമായി പറഞ്ഞു തരുന്നത്. ഈ ജീവനെ വിട്ടുപോകുന്ന അവസ്ഥയുടെ പേരാണ് മരണം എന്ന് പറയുന്നത്. ആ ബൈബിള് വ്യക്തമായി പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ ലോകത്തിലെ സർവ്വ ആളുകളും മരിക്കുകയാണ് ചെയ്യുന്നത്. ആ മരണം പാപത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ ജീവനെ നശിപ്പിക്കുന്ന അവസ്ഥയുടെ പേരാണ് പാപം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ കൂടി തന്റെ ജീവനെ
നശിച്ച് നമ്മൾ ചത്തുപോവുകയാണ്. ജീവൻ ചാകാത്ത അവസ്ഥയുണ്ട് എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്ന പോലുമില്ല. ജനിച്ചാൽ മരിച്ചു പോകുന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. മരണത്തിന്റെ അപ്പുറത്ത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ അവസ്ഥ അനുഭവിക്കാൻ പറ്റുന്നതാണ് യോഗികൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. ആചാര്യന്മാർ പറഞ്ഞത് അസത്തിൽ നിന്ന് സത്ത് ഉണ്ടാവുന്നതാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനല്ല പറഞ്ഞത്. അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്ത് ഗമിക്കുന്നു നീ വിചാരിക്കരുത്. സത്തിൽ നിന്ന് മാത്രമേ സത്ത് ഉണ്ടാവുള്ളൂ. നീ അന്വേഷിച്ചു പോകുന്ന ആള് സത്ത് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് നൽകുന്നത്. പിന്നെ രണ്ടാമത്തിൽ പറയാണ് തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശം ഉണ്ടാവുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. വെളിച്ചത്തിൽ നിന്ന് മാത്രമേ വെളിച്ചം കത്തിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് തമസോമാ. മാ എന്ന് പറഞ്ഞാൽ അരുത്, ഉണ്ടാവില്ലെന്നാണ്. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകുന്ന നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നീ അന്വേഷിച്ചു പോകുന്ന ആള് വെളിച്ചം തന്നെ ആയിരിക്കണം. വെളിച്ചത്തിൽ നിന്ന് മാത്രമേ വെളിച്ചം കത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മൃത്യോർമ അമൃതംഗമയ, മരണത്തിന് മുന്നേ നീ അമരത്വം പ്രാപിക്കണം. മരിച്ചതിന് ശേഷം പറ്റൂല തന്നെയാ പറഞ്ഞത്. കാരണം മരണം എന്നുള്ള അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ഉറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ പോലും പറഞ്ഞുതരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മരണത്തിന്റെ അവസ്ഥ പറയാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനന്യേവാ തത്രകാ പരിദേവനം. നമ്മൾ വന്നിരിക്കുന്നത് അവ്യക്തതയിൽ നിന്നാണ്. കുറച്ചു കാലം ഇങ്ങനെ വ്യക്തമായി കാണുകയാണ്, വീണ്ടും പോകുന്നത് അവ്യക്തതയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ വ്യക്തമായി ഇന്ന സ്ഥലത്താണ് പോകുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ആർക്കും അനുഭവം ഇല്ലാത്ത കാര്യമാണ്. യോഗികൾ അനുഭവിച്ച കാര്യമാണ് യോഗികൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്